ഹലോ ഗൈസ്, ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ നമുക്ക് പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഡ്രാഗൺ ഫെസ്റ്റിവൽ ആണിത്. അപ്പോൾ ഇതൊരു ലൂണാർ ഇവൻ്റാണ്, ഡ്രാഗൺ ഫെസ്റ്റിവൽ ഇവൻറ്റ്. അപ്പോൾ അതിനെക്കാട്ടി മുമ്പെന്ന് വെച്ചാൽ ഞാൻ ഈസിലി 3 സ്റ്റാർ, അതായത് നമ്മുടെ പുതിയ ചലഞ്ചായ യാസ് ലേ ക്യൂൻ ചാലഞ്ചിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 3 സ്റ്റാർ കിട്ടിയിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ അത് അങ്ങനെ കിട്ടുന്നതായിരിക്കും 3 സ്റ്റാർ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള 150 ഡ്രാഗൺ മെഡൽസും 150 റെഡ് എൻവലപ്പും അതിൻ്റെ ഉള്ള ലിങ്ക്കും ക്യു ആറും ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ വാർഡനാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ഇവൻറ്റിലെ നമുക്ക് സ്കിന്നായിട്ട് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ വാർഡൻ്റെ സ്കിന്നാണ്. അപ്പോൾ അതിൽ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാർഡൻ്റെ സ്കിൻ ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോസിലെല്ലാം സ്കിന്നിൻ്റെ കുറച്ച് ഫോട്ടോസെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ക്ലാൻ ഗെയിംസിൻ്റെ അടുത്താണ് നമ്മുടെ ഡ്രാഗൺ പന്യാറ്റ വരുന്നുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ അവസാനം കിട്ടുന്ന സാധനം അതായിരിക്കും, ആ ഡ്രാഗൻ്റെ മണ്ടയായിരിക്കും. പിന്നെ ട്രൂപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ട്രൂപ്സാണ് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫ്രയക്കാക്കസും നമ്മുടെ അസൂറോ ഡ്രാഗനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് 100 ഡ്രാഗൺ മെഡൽസ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ സിൽവർ പാസിലാണുള്ളത്. ഡ്രാഗൺ മെഡൽസ്, ട്രെയിനിങ് ബൂസ്റ്റ്, 1000 ഷൈനിയോർ. ഫസ്റ്റ് നമുക്ക് അൺലോക്ക് ആയി വരുന്നത് ഫയർ ക്രാക്കറാണ്. അപ്പോൾ ഫയർ ക്രാക്കറിൻ്റെ എബിലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഇവരൊരു ഇവൻറ്റ് കൊണ്ടുവരുമ്പോൾ ക്ലാഷ് ഓഫ് റോയലത്തെ ഒരു ട്രൂപ്പിനെ മാക്സിമം ഇവർ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലാഷ് ഓഫ് റോയലത്തെ ഫയർ ക്രാക്കറാണുള്ളത്. അപ്പോൾ സെയിം അതിൻ്റെ തന്നെ പവർ. അപ്പോൾ സ്റ്റാർട്ടിങ് ലെവൽ എന്ന് വെച്ചാൽ ലെവൽ 3 ആണ്. ടാർഗറ്റ് ഗ്രൗണ്ട് ആൻഡ് എയർ ആണ്. ഹൗസിംഗ് സ്പേസ് 8 ആണ്. ട്രെയിനിങ് ടൈം 1 മിനിറ്റ് ആണ്. അപ്പോൾ ബാക്കി HP ആൻഡ് DPS എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ട്രൂപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അസൂർ ഡ്രാഗനാണ്. അപ്പോൾ ഡ്രാഗൻ്റെ പവർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ അടുത്ത് ഇലക്ട്രോ ഡ്രാഗൻ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോ ഡ്രാഗനെ കണ്ടിട്ടുണ്ട്, നമ്മുടെ തീ തുപ്പും ഡ്രാഗനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം തുപ്പും ഡ്രാഗനാണ്, അസൂറോ ഡ്രാഗൻ. തുപ്പുമിടാൻ ഞാൻ. അപ്പോൾ ഇതും സ്റ്റാർട്ടിംഗ് ലെവൽ 3 ആണ്. ഫേവറേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എനിയാണ്. ഗ്രൗണ്ട് ആൻഡ് എയർ ആണ്. ഹൗസിംഗ് സ്പേസ് 40 ആണ്. ട്രെയിനിങ് ടൈം 6 മിനിറ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഇവൻറ്റ് അവൈലബിളായ ടൗൺ ഹോൾ എത്രയാണെന്ന് ചോദിച്ചാൽ, ടൗൺ ഹോൾ 8ന് ശേഷം 8 സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ഈ ഇവൻറ്റ് ലഭിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് എൻഡിൽ നമുക്ക് ഡ്രാഗൺ പന്യാറ്റ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവൻറ്റ് പാസ് ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ പോലെ ഇവൻറ്റ് പാസ് ഉണ്ട്. അപ്പോൾ പാസ് വാങ്ങിക്കുമ്പോൾ 1000 റെഡ് എൻവലപ്സ് ബോണസായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ട്രേഡറിൽ പോയാൽ നമുക്ക് ഫ്രോസൺ ആരോ, ക്യൂനിൻ്റെ ഫ്രോസൺ ആരോ ആണ്. അപ്പോൾ നല്ലൊരു ഇതാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ എക്യുപ്മെൻറ്റ് എന്താ പറയുക, അപ്ഗ്രേഡ് ആക്കും തോറും ഇത് 75% വരെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യുന്നതായിരിക്കും. ഇതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നത്തെ പോലെ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു 2-3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത മാസം മറ്റായിരിക്കും ഇത് നമ്മുടെ ട്രേഡർ ഷോപ്പിൽ ജെമ്മ് മുഖേന നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഡെക്കറേഷൻസ്, നമ്മൾ 2 ഡെക്കറേഷൻസ് ഉണ്ട്. ക്രാബ് അറ്റ് ഹോമും പിന്നെ ആങ്കറും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റൂയിൻ ഓഫ് ഗോൾഡ്, ബിൽഡർ ഗോൾഡ്, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഏതാ പെർഫെക്റ്റ് എന്ന് വെച്ചാൽ വാങ്ങിക്കുക. ഫ്രോസൺ ആരോ ആണെങ്കിൽ ഫ്രോസൺ ആരോ വാങ്ങിക്കുക. എന്ന് വെച്ചാൽ ക്യൂൻ ചാർജ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആയിരിക്കും ഫ്രോസൺ ആരോ. അല്ലെങ്കിൽ സ്കിന്ന് വാങ്ങിക്കുന്നവർക്ക് സ്കിന്ന് വാങ്ങിക്കുക. ഇതുവരെ സ്കിന്നില്ലാത്തവർ അത് വാങ്ങിക്കുന്നതായിരിക്കും ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പിന്നെ ഒരു ഡെക്കറേഷൻസ് ഗോൾഡ് പാസിനുള്ളവർക്കാണ്. അതായത് ബേബി ഡ്രാഗൻ്റെ അല്ലേ, ബേബി ഡ്രാഗൺ ഗോൾഡ് ബേബി ഡ്രാഗൻ്റെത് ഇവൻറ്റ് പാസിലുള്ളവർക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ അറ്റാക്കിങ്ങിന് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ റെഡ് എൻവലപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ക്ലാൻ കാസ്റ്റിലും പിന്നെ
നമ്മുടെ വാർഡനിലുമാണ്. അപ്പോൾ 8 മുതൽ 11 വരെ. അപ്പോൾ 11ലാണ് വാർഡൻ അൺലോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ 8, 9, 10 അവർക്കെന്ന് വെച്ചാൽ ക്ലാൻ കാസ്റ്റിൽ തന്നെ 750 ക്ലാൻ കാസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർക്കത് ഈസി ആയിരിക്കും. പിന്നെ നമുക്കാണെങ്കിലും ഇപ്പോൾ ഓക്കെ, പ്രശ്നമില്ല. ഈ ക്ലാൻ കാസ്റ്റിലും ഇത് നമ്മുടെ വാർഡനും 750 ഡിവൈഡായിട്ട് അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു. അപ്പോൾ മറക്കാണ്ട് ആ ഫ്രീ റിവാർഡ്സ് മീൻസ് ഫ്രീ ഡ്രാഗൺ മെഡൽസും എൻവലപ്സും കളക്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈസിലി 3 സ്റ്റാർ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതും കാണുക. ഓക്കെ, ബൈ.